തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ സ്റ്റെൻസിലൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയിൽ ഫ്ലവേഴ്സും ബട്ടർഫ്ലൈസും ഒക്കെ വരച്ചുണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ സ്റ്റെൻസിൽ തുടക്കക്കാരൊന്നും അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കാത്തതാണ് കേട്ടോ നല്ലത്. ഒരുപാട് മെറ്റീരിയൽസ് ഒന്നും നിങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ സ്റ്റെൻസിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഫ്ലവേഴ്സിൻ്റെയാണ്, ഒരു ഫ്ലവറിൻ്റെയാണ്. അപ്പോൾ ഞാനിത് ഒരു പഴയ ഫ്ലവറിന് ഇതേപോലെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ വരച്ചോളൂ, അല്ലാത്തവരാണെങ്കിൽ ഇതേപോലെ എടുത്തിട്ട് ട്രേസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബട്ടർഫ്ലൈൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈ ഹെയർ ക്ലിപ്പും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു സ്റ്റെൻസിലും എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തത് ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു കവറാണ് കേട്ടോ. ഒരു കേക്കിൻ്റെ കവറിലാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫസ്റ്റ് തന്നെ വരച്ചു കൊടുക്കുക. എനിക്കറിയാം ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന്, വെക്കേഷൻ ആയതിൻ്റെയാണ് കേട്ടോ, ക്ഷമിക്കണേ. അപ്പോൾ ഇതേപോലെ നമ്മൾ മൊത്തമായിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിത് കാർഡ്ബോർഡിലൊക്കെ വരച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ദെൻ ഇത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത്ര തന്നെയുള്ളൂ നമുക്ക് സ്റ്റെൻസിൽ. ഇനി ഇത് നമുക്ക് എപ്പോഴും ഇത് വെച്ചിട്ട് ഈസി ആയിട്ട് ബട്ടർഫ്ലൈ വരച്ചിട്ട് കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപങ്ങളൊക്കെ ട്രേസ് ഔട്ട് ചെയ്തിട്ട് ഒരു കാർഡ്ബോർഡിലൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വീണ്ടും ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫാബ്രിക്കിലോ എന്തിലും വേണമെങ്കിലും ഈ ഒരു സ്റ്റെൻസിൽ മോഡൽ വെച്ചിട്ട് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഗ്ലിറ്റർ ഫോം ഷീറ്റിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ട്രേസ് ഔട്ട് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ബട്ടർഫ്ലൈസ് ഞാൻ ഈ ഒരു ഹെയർ ക്ലിപ്പിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 എണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഒരു ബട്ടർഫ്ലൈ മാറ്റി വെച്ചിട്ട് മറ്റേ ബട്ടർഫ്ലൈയിൽ നമ്മൾ വീണ്ടും അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേപോലെ വരച്ചു കൊടുക്കുക. ഇപ്പോൾ വരയ്ക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് നീറ്റാക്കി വരയ്ക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ കാണുന്നില്ലാത്തതുകൊണ്ട് ഞാനൊരു വേറെ കളർ പെന്നുകൊണ്ട് വരച്ച് കാണിച്ചതാണ് കേട്ടോ. ദെൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ കത്രിക ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. 4 വശത്തു നിന്നും നമ്മൾ മാറ്റുന്നുണ്ട്. പിന്നെ ഇന്ന് മുതൽ നമ്മുടെ ചാനലിൽ മെറ്റീരിയൽസിൻ്റെ ഓഫർ സെയിൽ നടക്കും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും മെറ്റീരിയൽസ് വാങ്ങാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ദെൻ നമ്മൾ ഇതേപോലെ ഒരു സംഭവം കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഓരോന്നായിരിക്കും ഓഫേഴ്സ് ഉണ്ടാവുക. ചില ദിവസം ടിയാര മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽസ് ആണെങ്കിൽ ചില ദിവസം ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചാനൽ റെഗുലറായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. ദെൻ നമ്മൾ ഈ ബട്ടർഫ്ലൈൻ്റെ നടുവിലൊന്ന് ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം ഇതൊക്കെ നമുക്ക് ഒട്ടിച്ചെടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഭംഗിയാക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഗം വെച്ചിട്ട് അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊരു അലിഗേറ്റർ ക്ലിപ്പിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗിയാട്ടോ. ഇതേപോലത്തെ ബട്ടർഫ്ലൈ ക്ലിപ്സൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ സെയിൽസിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ സെൻറ്ററിൽ കുറച്ചുകൂടി ഒരു ലേസും കൂടി വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ചുകൂടി ഭംഗിയാവാൻ വേണ്ടിയിട്ട്. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. താങ്ക് യു.